ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെയുള്ള സാധനം. അപ്പോൾ അതിനൊരു സ്ഥിരമായി പറയുന്ന യുദ്ധത്തിൽ ആരും ജയിക്കാറില്ല. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് വേറെ സാധനമുണ്ട്, ഈ യുദ്ധത്തിൽ റണ്ണേഴ്സ് അപ്പ് ഇല്ല എന്ന് പറയാറുണ്ട്. അതായത് രണ്ടാം സ്ഥാനം ഇല്ല, ഒന്നാം സ്ഥാനമേ ഉള്ളൂ. യുദ്ധത്തിൽ ആരും ജയിക്കാറില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. മനുഷ്യന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏറ്റവും വിഖ്യാതമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ 100 യുദ്ധങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ലോക ചരിത്രം മുഴുവൻ നിങ്ങൾ പഠിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഈ ലോകത്തെ മനുഷ്യന്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ്. യുദ്ധങ്ങൾ വഴിയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്, പടയോട്ടങ്ങൾ വഴിയാണ് അതിർത്തികൾ ഭേദിച്ച്. ആരും ജയിക്കുന്നില്ല എന്നൊന്നും പറയുന്നത്, അതൊക്കെ നമ്മൾ പറയുന്നത് യുദ്ധം കൊണ്ടുവരുന്ന കെടുതിയും നാശവും ഒക്കെ കണ്ട് ആണ് പറയുന്നത്. പിന്നെ എല്ലാ യുദ്ധം കഴിഞ്ഞുണ്ടാകുന്ന സമാധാനവും സമാധാനം കഴിഞ്ഞുണ്ടാകുന്ന യുദ്ധവും എന്നുള്ളത് നമുക്ക് പൊതുവായി നോക്കിയാൽ മനസ്സിലാവുന്നേ. കാര്യം എല്ലാ സമാധാനവും യുദ്ധത്തിൽ അവസാനിക്കുകയും എല്ലാ യുദ്ധങ്ങളും സമാധാനത്തിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡ്യൂറേഷനിൽ മാത്രമാണ് വ്യത്യാസം. എത്ര പീസ് എന്ന് പറയുന്നത് എത്ര നാൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പം പുടിൻ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയം ആഘോഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി പുടിൻ പറഞ്ഞ എന്താണ്, ഞങ്ങൾക്ക് 3 ദിവസത്തേക്ക് സീസ് ഫയർ എന്നുവെച്ചാൽ അത് നിർത്തുക, വെടിയില്ല, സമാധാനം. അപ്പോൾ അതൊരു സമാധാനമാണ്. ഈ 3 എന്നുള്ളത് 30, 300 ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3000 ആകുമ്പോൾ അത് നീണ്ട സമാധാനമാകും. സമാധാനം എല്ലായിടത്തും ഉണ്ട്. 2 യുദ്ധങ്ങൾക്കിടയിൽ തിരികെ വെക്കുന്ന ഒരു വെഡ്ജാണ് ശരിക്കും ഈ സമാധാനം.